മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകും. ദേവസ്വം മന്ത്രിയുമായി ഇന്നലെ തൃശൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. നിയമനം സംബന്ധിച്ച ഉത്തരവ് തിങ്കളാഴ്ച ഇറങ്ങിയേക്കും. വിവാദങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും തീർത്ഥാടന കാലം ഭംഗിയാക്കി നടത്തുന്നതിനാണ് മുൻഗണനയെന്നും ജയകുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. അറിയിച്ചെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം മന്ത്രിയെ സംസാരിച്ചിരുന്നു ഇന്നലെ. ഞാൻ തൃശ്ശൂർ വെച്ച് കണ്ടിരുന്നു. അങ്ങനെയാണൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമുള്ളത്. പിന്നെ തിങ്കളാഴ്ച ഒരു ഓർഡർ ഇറങ്ങുമായിരിക്കും. ഇന്ന് അവധിയാണല്ലോ. അപ്പോൾ വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 17-ാം തീയതി ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിരിക്കണം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇപ്പോൾ ചാർജ് വിടുന്ന ബോർഡ് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരൊന്നും ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്തെല്ലാം ഒരുക്കങ്ങളുണ്ടെങ്കിലും സീസൺ അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ എനിക്കാകെ ഇപ്പോൾ പറയാനുള്ളത്, കാരണം ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കണില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനും കൂടി ഈ എൻ്റെ ഒരു ഭരണകാലത്ത് അല്ലെങ്കിൽ ഞാൻ ചാർജിലിരിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണമല്ലോ. ഭാവിയിൽ ഇപ്പോൾ സംഭവിച്ചതുപോലെയൊന്നും സംഭവിക്കാതിരിക്കാൻ നിയമപരമായും നടപടിക്രമങ്ങളിലുമൊക്കെ എന്തൊക്കെ മാറ്റം വേണം, ശാക്തീകരണം വേണം, ഓഡിറ്റിംഗ് വേണം, അക്കൗണ്ടിങ് വേണം, അക്കൗണ്ടബിലിറ്റി വേണം, അതൊക്കെ നമുക്ക് പതുക്കെ ചെയ്യും. രാഹുൽ ജി നാഥുണ്ട് വിശദവിവരങ്ങളുമായി. രാഹുൽ, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യും എന്ന നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിർണായകമായൊരു സമയത്താണ് ഈ ചുമതല ഏൽക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയില്ലേ? തീർച്ചയായും ഉണ്ട്. കാരണം ഇന്ന് കുറച്ചുകൂടി വ്യക്തത വരികയാണ്. പ്രതികരണങ്ങൾ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ ഓർഡർ ഔദ്യോഗികമായൊരു ഉത്തരവ് എന്തായാലും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോഴും ഈ ചുമതല ഏറ്റെടുക്കാൻ ഇന്നലെ തന്നെ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് അത്രമാത്രം അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്. ഒപ്പം ഈ പറയുന്ന പോലെ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും സർവ്വസമ്മതനായ ഒരു വ്യക്തിയുടെ പേര് നിർദ്ദേശിക്കുക എന്ന കാര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 കാര്യം ഇവിടെ വിജയിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അപ്പോഴും വല്ലാത്ത കാലത്താണ് ഞാൻ ചുമതല ഏൽക്കുന്നത് എന്ന് പറയുന്നത്. ഈ വല്ലാത്ത കാലമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ മണ്ഡലകാലം അടുത്തു എന്നുള്ളത് മാത്രമാണ്. കാരണം വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അന്വേഷണം നടത്തേണ്ട ഏജൻസി അല്ലെങ്കിൽ അന്വേഷണം നടത്തേണ്ടവർ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിലില്ല എന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചിരുന്നത് മുൾക്കിരീടമാണോ ഈ തലയിൽ വെച്ച് തരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ മുൾക്കിരീടമൊന്നുമല്ല, കിരീടങ്ങളൊന്നും ഈ പറയുന്നത് പോലെ അത് ആര് സ്വീകരിക്കുന്നു, എങ്ങനെ വെക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് വല്ലാത്ത കാലമെന്ന് പറയുമ്പോൾ മണ്ഡലകാലം അടുത്തു എന്ന ഒരു സങ്കടം മാത്രമാണ് നിലവിൽ പങ്കുവയ്ക്കുന്നത്. മറ്റാശങ്കകളില്ല. കാരണം അന്വേഷണം നടക്കുകയാണ്. ഇനി ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കും എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതിലെന്തായാലും ഒരു ഔദ്യോഗികമായ അറിയിപ്പിന് മാത്രം, സാങ്കേതികമായൊരു കാര്യം മാത്രമാണ് മുന്നിലുള്ളത്. എന്തായാലും കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. വലിയ പ്രശ്നങ്ങളില്ലാത്ത, വിവാദങ്ങളില്ലാത്ത മണ്ഡലകാലം അതിനുവേണ്ടിയാകും താൻ പ്രയത്നിക്കുക എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ.